വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂൺ 19. വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ്? PN പണിക്കർ. PN പണിക്കരുടെ മാതാപിതാക്കൾ ആരെല്ലാം? പൊതുവായിൽ ഗോവിന്ദപിള്ള, ജാനകിയമ്മ. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷമാണ്? 1996 മുതൽ. PN പണിക്കരുടെ മുഴുവൻ പേരെന്ത്? പൊതുവായിൽ നാരായണ പണിക്കർ. MD വാസുദേവൻ നായരുടെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏത്? രണ്ടാം ഊഴം. നളചരിതം കിളിപ്പാട്ടിൻ്റെ കർത്താവ് ആര്? കുഞ്ചൻ നമ്പ്യാർ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ? വാസനാവികൃതി. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് പറഞ്ഞത് ആര്? PN പണിക്കർ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? അവകാശികൾ. നമ്മുടെ രാജ്യത്തെ ഓരോ ഭാഷയിലും മികച്ച കൃതിക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ്? സാഹിത്യ അക്കാദമി പുരസ്കാരം. നെയ്പായസം എന്ന ചെറുകഥ എഴുതിയത് ആര്? മാധവിക്കുട്ടി. ബുക്കർ സമ്മാനം നേടിയ ആദ്യ മലയാളി ആര്? അരുന്ധതി റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം? ബംഗാൾ ഗസറ്റ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിദ്ധീകരിക്കുന്ന മാസികയുടെ പേരെന്ത്? ഗ്രന്ഥലോകം. PN പണിക്കർ ജനിച്ചത് എവിടെ? നീലംപേരൂർ. മലയാള ഭാഷയുടെ പിതാവ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെ? ജൂൺ 25 വരെ. PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത്? സനാതനധർമ്മം. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? വള്ളത്തോൾ നാരായണ മേനോൻ. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? VV അയ്യപ്പൻ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഗ്രന്ഥലോകം. കേരളത്തിൻ്റെ ഏത് വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ജൂൺ 19 മുതൽ 2 ആഴ്ച വായനാ പക്ഷാചരണം ആചരിക്കുന്നത്? പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ? ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ. ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ: ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെ?